ഹായ് ഡിയേഴ്സ്, ചുരിദാർ ചാലഞ്ചിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചുരിദാറിൻ്റെ ഷോൾഡറും ആം ഹോളും എല്ലാം കട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കയറി കണ്ടു നോക്കി. ഇന്ന് നമുക്ക് ലൈനിങ് ഇട്ട ചുരിദാറാണ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ലൈനിങ് ഇട്ട ചുരിദാറിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെയും ഫസ്റ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും അറിയാത്തവർ ചാനലിൽ ഒന്ന് കയറി കണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്ര ഭംഗിയോടെ നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ് രീതി മനസ്സിലാക്കിയാൽ മാത്രം മതി. എല്ലാവർക്കും ഇതുപോലെ ചുരിദാർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ആം ഹോളൊക്കെ നല്ല കറക്റ്റ് ആം ഹോളിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ക് പാർട്ടിലും അതുപോലെ തന്നെ ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചുരിദാർ കിട്ടും. ഇതിനു വേണ്ടി ലൈനിങ് നേരത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മെയിൻ ക്ലോത്ത് കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല വശം അകത്താക്കിയിട്ടാണ് മാർക്കിങ്ങും കാര്യങ്ങളും അകവശത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വശം അകത്താക്കിയാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിടുന്നത്. നമുക്ക് ലൈനിങ് എത്രയാണോ കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ ഒരു വിഡ്ത്തിനനുസരിച്ച് ഇത് ഫോൾഡ് ചെയ്തിട്ടാൽ മതി മെയിൻ ക്ലോത്ത്. ഞാനിപ്പോൾ ഈ ലൈനിങ് ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ലൈനിങ്ങിനേക്കാളും ഒരു അര ഇഞ്ചോ 1 ഇഞ്ചോ കുഴപ്പമില്ല മാറ്റി വിട്ടിട്ട് അതിനൊന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. ഒരു അര ഇഞ്ചോ 3/4 ഇഞ്ചോ 1 ഇഞ്ചിനകത്ത് മാറ്റി ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇതുവരെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ കണക്കിന് ചെയ്തെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴും ആ ട്രേസ് ചെയ്തതിൻ്റെ പുറത്തൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ മെയിൻ ക്ലോത്തിൻ്റെ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടതല്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഒരു തരിക്ക് മാറ്റിയാണ് ഞാനിവിടെ ലൈനിങ് സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ അതുകൂടെ അതേ കണക്കിന് തന്നെ കട്ട് ചെയ്ത് ഷോൾഡർ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് ഈ സൈഡിൽ കുറച്ചിതാ ഈ ക്ലോത്ത് ബാലൻസ് വരുമല്ലോ, ഇത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഈ ലൈനിങ്ങിന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായിട്ടൊന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. മാറ്റി ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ ഒന്ന് കുഴിച്ചു കൊടുക്കാനുണ്ട് 1/2 ഇഞ്ച്. അതിതാ ഈ മേളിൽ നിന്ന് ഷോൾഡർ ഭാഗത്തുനിന്ന് താഴോട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് 1/2 ഇഞ്ച് ഈ ഭാഗത്തോട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ചെസ്റ്റ് ലൈൻ കൊടുത്ത് അവിടെ നിന്നും ഇതുപോലെ ഒന്ന് കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ സ്റ്റിച്ച് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേ കണക്കിന് തന്നെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. 1/2 ഇഞ്ചാണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ പാർട്ടിൽ ഫ്രണ്ട് എന്ന് എഫ് എന്ന് ഞാനിങ്ങനെ ഒന്ന് എഴുതി വയ്ക്കുവാണ്. അതല്ലെങ്കിൽ നമ്മൾ സ്ലീവൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഫ് എന്ന് എഴുതി കൊടുത്തത്. ഇനി മെയിൻ പാർട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്നുമല്ലേ നമ്മൾ മെയിൻ പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെ ഒന്ന് ഇതുപോലെ എടുത്ത ശേഷം ഈ ലൈനിങ് ഇതിൻ്റെ പുറത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിൻ ചെയ്തൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഫ്രണ്ട് പാർട്ട് കണ്ടോ, ഞാനിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഇതറിയാൻ വേണ്ടിയിട്ട് ഓരോ നോച്ചിട്ട് കൊടുക്കണം. ലൈനിങ്ങിലും ഈ മെയിൻ പാർട്ട് വെച്ചാൽ രണ്ടിലും നോച്ചിട്ട് കൊടുത്ത് ആ കറക്റ്റിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ സെൻറ്റർ ഭാഗം, അത് കറക്റ്റിന് വെച്ച ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഈ സൈഡിലൊക്കെ ഓരോ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സ്റ്റിച്ചിങ് അത് അറിയാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ആ സൈഡിലൂടെ ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയല്ലോ ഇങ്ങനെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ലൈനിങ് മെയിൻ ക്ലോത്തും രണ്ടായിട്ട് നിന്നുള്ള ആ ബുദ്ധിമുട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ലൈനിങ് ഇല്ലാത്തൊരു ചുരിദാർ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ബാലൻസ് വന്ന ആ ഒരു ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മറിച്ചിട്ടിട്ട് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ അല്ലേ, അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച് വയ്ക്കുവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വയ്ക്കാം. ഡിസൈൻ കണ്ട പോലെ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ആം ഹോൾ റൗണ്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചതല്ലെന്ന് ഞാനിപ്പോൾ ആം ഹോൾ റൗണ്ട് അളന്നെടുക്കുവാണേ. ഞാനിപ്പോൾ കൊടുക്കുന്ന ആം ഹോൾ റൗണ്ട് 9 ഇഞ്ച്, ടോട്ടൽ 18 9 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആകുമ്പോൾ 10 ഇഞ്ച് കിട്ടും. ഈ 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇതിന് വീതി കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതും വീതിയും മാർക്ക് ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ച് ഇവിടെ അല്ല, ഒരു 9.5 ഇഞ്ചേ ഉള്ളൂ. ഒരു 1/2 ഇഞ്ച് ഒരു കുഞ്ഞ് പീസ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ലെങ്ത് ഞാനൊരു 16 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ചെറിയ പീസ്
ഇതുപോലെ ഒന്ന് വെച്ച് ഈ ഷോൾഡർ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ, ലെങ്ത് ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 16 ഇഞ്ച്. ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ഏരിയയിൽ ഒരു 3.25 ഇഞ്ചാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ കോമൺ 3, 3.5 കൊടുക്കും, ഞാനിവിടെ 3.25 കൊടുക്കുന്നുണ്ട്. അത് സ്ലീവിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ 3/4 സ്ലീവ്, ഫുൾ സ്ലീവ് ഒക്കെ വരുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് പ്രത്യേക ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാനിവിടെ 3.25 ഇഞ്ച് കൊടുത്തൊന്ന് വളച്ചു കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് മേളിൽ നിന്ന് 1 ഇഞ്ച് താഴ്ത്തി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുവാണ്. വളച്ച് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണ്, അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വരുമ്പോൾ താഴോട്ട് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത് കണ്ടോ. സ്ലീവിൻ്റെ കണക്കിന് നമുക്കിങ്ങനെ ഒന്ന് വളച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഇപ്പോൾ സ്ലീവിന് ഷേപ്പ് കൊടുക്കാൻ അറിയാത്തവർക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്താൽ മതി. ഫ്രഞ്ച് കർവ് കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഷേപ്പ് കൊടുത്തെടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ, 1 ഇഞ്ച് സീം അലവൻസ് വേണം, 1/2 ഇഞ്ച് എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കും. അപ്പം ഞാൻ അവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഇവിടെ മേൽ ഭാഗത്തുനിന്ന് ടേപ്പ് ഒന്ന് ചുറ്റിച്ച് നോക്കുവാണ്. ഈ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത പോയിന്റ് വരെ നോക്കുമ്പോൾ കറക്റ്റ് 9 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് കറക്റ്റ് ഷേപ്പ് ആയോ എന്ന് അറിയുന്നത്. നമ്മുടെ ആം റൗണ്ട് കറക്റ്റ് ആയിരിക്കണം. ഇനി എത്രയാണോ നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത് ഭാഗത്ത് വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്ത് ഈ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 1 ഇഞ്ച് അളന്ന് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പീസ് വയ്ക്കേണ്ടി വരും. ആ ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് ലെവൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ചെറിയ പീസ് ഞാനിവിടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ 1/2 ഇഞ്ചാണല്ലോ കൂടുതൽ വേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. 4 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 സൈഡിലും വേണമല്ലോ 2 സ്ലീവിനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി സ്ലീവിനും 1/2 ഇഞ്ച് കുഴിച്ചു കൊടുക്കാനുണ്ട്. ഈ നല്ല വശങ്ങൾ അകത്താക്കി വെച്ച് തന്നെയാണ് ഈ മാർക്ക് ചെയ്തല്ലോ 1/2 ഇഞ്ച് മാറ്റി. ഇപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് വേണമെങ്കിൽ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ഈ ഷോൾഡർ ഭാഗത്തുനിന്നേ ഒന്ന് കുറച്ച് 1/2 ഇഞ്ച് ഇവിടെ ഈ മിഡിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ കുഴിച്ചു കൊടുത്ത ഭാഗമാണ് ഫ്രണ്ട് എന്നറിയാൻ വേണ്ടി ഇതിൽ ഞാൻ എഫ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. നെക്ക് ഞാൻ ഇതുപോലൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഈ ഒരു പീസിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് നെക്ക് എത്രയാണോ അളവ് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ ആ കണക്കിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഉദ്ദേശം വെച്ചൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നെക്കിൻ്റെ വൈഡ് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് തന്നെയാണ് ഈ സ്റ്റിഫിൽ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഭാഗങ്ങൾ കൂട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് ലൈനിങ് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വിടണമെന്ന്. അതുപോലെ ഇവിടെയും 1/2 ഇഞ്ച് നമുക്ക് മാറ്റി മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് മേൽ ഭാഗത്ത് അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഫസ്റ്റ് തന്നെ മാറ്റി കൊടുക്കണം. കറക്റ്റായിട്ട് ഈ എൻഡ് ഭാഗത്തു നിന്ന് ഈ എൻഡ് വരെ വരണം. 1/2 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ലൈൻ ഇട്ട് കൊടുത്തല്ലോ, ആ പോയിന്റിൽ ടേപ്പ് വെച്ച് നെക്ക് ലെങ്ത് നമുക്ക് കറക്റ്റ് ലെങ്ത് ഷോൾഡർ നമ്മൾ കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കറക്റ്റ് നെക്ക് ലെങ്ത് വരുന്ന. ഇവിടെ നിന്നാണ് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വി നെക്ക് ആയതുകൊണ്ട് 7 ഇഞ്ച് കൊടുക്കുവാണ്. നമുക്ക് എത്രയാണ് നെക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡിലും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ഒരു സ്ക്വയർ ആക്കുവാണ്. സ്ക്വയർ ആക്കിയ ശേഷം അതിനകത്ത് ഞാൻ ഈ വി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ വി കൊടുക്കുമ്പോൾ ഈ പോയിന്റ് ഉണ്ടല്ലോ 1/2 ഇഞ്ച് മാറ്റി ഈ പോയിന്റ്, ആ പോയിന്റിൽ നിന്നാണ് താഴോട്ട് വി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. വിയുടെ സൈഡ് നമുക്ക് സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഗ്യാപ്പ് കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് മാറ്റി ഒന്നുകൂടെ വി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മാറ്റി ഒരു ലൈൻ കൂടെ ഇട്ട് കൊടുക്കുവാണേ. ആ കണക്കിനാണല്ലോ നമുക്ക് സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇങ്ങനെ ഇനി കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ ഷോൾഡർ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് മാറ്റിയല്ലോ, അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി ഈ പോയിന്റ് വരെ ഫസ്റ്റ് വി മാർക്ക് ചെയ്ത് ആ പോയിന്റ് വരെ കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത്
ദാ ഇവിടെ നിന്ന് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഈ അകവശത്തുള്ള വി ഇവിടെ നിന്ന്. ഈ ബ്രിഡ്ജ് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. ഈ ബ്രിഡ്ജ് അവിടെ അങ്ങനെ തന്നെ വേണം. എങ്കിലും നമുക്ക് നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ വലുതായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ആ വിയുടെ ഷേപ്പ് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ കിട്ടും. ഈ ബ്രിഡ്ജ് സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഈ ബ്രിഡ്ജ് കൊടുത്ത ഇവിടെ ഷോൾഡർ ഭാഗം ഇങ്ങനെ മേളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം. താഴോട്ട് വി കൊടുത്താൽ മതി. ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് 3 ഇഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതും ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ലെവൽ ചെയ്ത് മടക്കി കൊടുത്ത ശേഷം ഷോൾഡർ ഭാഗത്തൊരു 1/2 ഇഞ്ച് മാറ്റി വിടണം. അത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്ത ശേഷം നെക്കിന്റെ ലെങ്ത് 3 ഇഞ്ചാണ്. ഈ സൈഡിലും ആ ലെങ്ത് മാർക്ക് ചെയ്ത് വൈഡ് 3 ഇഞ്ച് തന്നെയാണ് വൈഡും കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്ക്വയർ ഇട്ട് കൊടുക്കുവാണേ. ഈ 3 ഇഞ്ച് നെക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ 6 ഇഞ്ച്. അപ്പോൾ സൈഡിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടുതൽ വേണം. അതാണ് ഈ എക്സ്ട്രാ നിൽക്കുന്നത്. ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. കണ്ടോ സൈഡിൽ ഇങ്ങനെ ഒന്ന് 1 ഇഞ്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുള്ള സ്പേസ് കൂടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയർ കട്ട് ചെയ്തെടുക്കാനുള്ളത്. 1 ഇഞ്ച് ഫ്രണ്ട് നെക്കിന് കൊടുത്ത പോലെ ബാക്ക് നെക്കിന് ഞാനിവിടെ 1 ഇഞ്ച് കൊടുത്താണ് ഈ റൗണ്ട് കൊടുക്കുന്നത്. അതിനൊന്ന് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അകവശത്ത് ഈ ഒരു റൗണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ആ ബ്രിഡ്ജിന്റെ 1/2 ഇഞ്ച് മാറ്റി അതുവരെ കട്ട് ചെയ്ത് ഇവിടെ മേളിൽ നിന്ന് ഷോൾഡർ ഭാഗത്തുനിന്ന് അതുകൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. അതും നിവർത്തി നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഇതുപോലൊരു ഫേസിങ് ഷീറ്റ് നമുക്ക് വേണം. കണ്ടോ നല്ല വശം അകത്താക്കി ഈ അകവശത്താണ് ഇതുപോലെ ഒന്ന് സ്റ്റിഫ് അയൺ ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ഫേസിങ് ഷീറ്റിനും ഒരു 1/2 ഇഞ്ച് കൂടുതൽ വേണം. ആ കണക്കിന് കുറച്ച് വലിയ ഫേസിങ് ഷീറ്റ് തന്നെ എടുക്കണം. കണ്ടോ ഇങ്ങനെ രണ്ടും ഞാനിങ്ങനെ സ്റ്റിഫ് കറക്റ്റായിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഫേസിങ് ഷീറ്റിന് 1/2 ഇഞ്ച് വേണമെന്ന് പറഞ്ഞത് ഈ സൈഡ് ഒന്ന് ഫേസിങ് ഷീറ്റ് നമുക്ക് സ്റ്റിഫിന്റെ പുറത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ സ്റ്റിഫിനെക്കാളും വലുതാണ്. ഒരു 1/2 ഇഞ്ചാണ് ഞാൻ കൂട്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ കണക്ക് തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെതും കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. ഇങ്ങനെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ ഇങ്ങനെ മടക്കി ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും സെൻറ്റർ ഭാഗം ഒന്ന് നോച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി നമുക്ക് ഈ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു കട്ട് കൊടുത്താൽ മതി. കുഞ്ഞ് കട്ട് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിരിക്കും. കണ്ടോ ബാക്ക് നെക്കും കറക്റ്റായിട്ട് 1/2 ഇഞ്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഫേസിങ് ഷീറ്റ് ഒരു 1/2 ഇഞ്ച് കൂടുതലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അതിനും സെൻറ്റർ ഭാഗത്തൊരു നോച്ച് കൊടുക്കണം. ഇത് രണ്ടായിട്ട് മടക്കി ഒരു കുഞ്ഞു കട്ട്. ഇനിയാണ് നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബോഡി പാർട്ട് എടുത്തിട്ട ശേഷം നമുക്ക് ഫുള്ളൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. 1 ഇഞ്ചാണ് നമ്മൾ സീം അലൗൺസ് വിട്ടത് ലൈനിങ്ങിന്. ഞാൻ പറഞ്ഞ മെയിൻ ക്ലോത്ത് 1 ഇഞ്ച് 2 ഇഞ്ച് കൂടുതൽ വിടണമെന്ന്. ഞാനിപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ എനിക്ക് മെയിൻ ക്ലോത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു 3 ഇഞ്ച് കൂടുതലുണ്ട് ലൈനിങ്ങിനെക്കാളും. ഈ ലൈനിങ് ഞാനിങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങിൻ്റെ ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് അടിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് അടിച്ചു വരാൻ പറ്റും. ലൈനിങ്ങിൻ്റെ ലെങ്ത് ഭാഗം ഈ മെയിൻ പാർട്ടും ലൈനിങ്ങും തമ്മിൽ സൈഡ് യോജിപ്പിക്കും മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും പിൻ ചെയ്ത് വെച്ചതിൻ്റെ എഡ്ജിലൂടെ ഫുൾ റൗണ്ട് ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലെവൽ പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഈ ഷോൾഡർ ഭാഗവും ബോഡി പാർട്ടും എല്ലാം ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെ നെക്കൊക്കെ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി അല്ലേ. കണ്ടോ ഈ സൈഡ് ഈ ലൈനിങ്ങിൻ്റെ ഫസ്റ്റ് നമ്മൾ ലെങ്ത് ഭാഗം അടിച്ചതുകൊണ്ട് എൻഡ് ഭാഗം വരെയും നമുക്കത് സൈഡ് അടിച്ചെടുക്കാൻ പറ്റി.
ഇപ്പോൾ ലൈനിങ് ഇല്ലാത്ത ഒരു ചുരിദാർ നമുക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇനി മറ്റു പണികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ സൈഡ് എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് ലൈനിങ്ങിനെക്കാളും കൂടുതലിട്ട് കട്ട് ചെയ്തല്ലോ, അതിനെ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഷോൾഡർ ഭാഗം എല്ലാം ലൈനിങ്ങിൻ്റെ കണക്കിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ മെയിൻ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്ന വഴി കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയണ്ടോ. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെയിം ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡാർട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും ഞാനിപ്പോൾ ഡാർട്ട് കൊടുക്കുന്നുണ്ട്. 4 ഡാർട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഡാർട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ച് അതിൻ്റെ പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, 1/2 ഇഞ്ചാണ് ഡാർട്ടിന് കൊടുത്ത സ്പേസ്. ഡാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഏരിയ വരെ വേണമെങ്കിൽ നമുക്ക് അതുവരെയും സ്റ്റിച്ച് ചെയ്ത് വിടാം. അതല്ലെങ്കിൽ ബെസ്റ്റ് ഏരിയയ്ക്ക് 1 ഇഞ്ച് താഴ്ത്തി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ബെസ്റ്റ് ഏരിയയുടെ താഴെ വരെ 1 ഇഞ്ച് താഴ്ത്തിയാണ് ഈ ഡാർട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഈ ഡാർട്ട് കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കണം. നമുക്ക് പുറമേ ഡാർട്ട് കൊടുത്തു ഒന്ന് അറിയാത്ത രീതിക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നെക്ക് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണമല്ലോ. നെക്കിന് സൈഡ് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ലെവൽ ചെയ്ത് അകവശത്തോട്ടൊന്ന് പിടിച്ചു വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ബാക്ക് നെക്കിനും അതുപോലെ തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പിടിച്ച് അകവശത്തോട്ട് വെച്ച് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ പ്ലേസ് ചെയ്ത് കൊടുക്കണം. വി നെക്കാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കുന്നത്. അത് ഈ നോച്ചിട്ട ഏരിയയിൽ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് പിൻ ചെയ്ത് ഈ അകവശത്തൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. വി എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തിരിച്ച് സ്റ്റിഫിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മേളിൽ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ടേ. ഒരു 1/4 ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും ഈ അകവശത്ത് നിൽക്കുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് ഇവിടെ ഒരു കുഞ്ഞു കട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ചുളുങ്ങിയിരിക്കും. ഇനി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഈ തയ്യൽത്തുമ്പിൻ്റെ പുറത്തൂടെ ഇതിനെ ഒന്ന് മറിച്ച് വെച്ച് സ്റ്റിഫിൻ്റെ പുറത്തൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. വിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് പിടിച്ചൊന്ന് 2 സൈഡും പതിച്ചടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും. ഇനി പതിച്ചടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി തിരിച്ചിട്ടിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ, ഒരു ചുളിവ് ഒന്നുമില്ലാതെ ഈ വി പോർഷനൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയുണ്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കിന് നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു സ്റ്റിഫ് പോർഷൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് നടുക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ ആഘോഷത്തോടെ സ്റ്റിച്ച് ചെയ്ത് ഇതിനകത്തുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് പതിച്ചടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തിരിച്ചെടുക്കും മുന്നേ കണ്ടോ, ഓരോ ചരിച്ച് കുഞ്ഞു കുഞ്ഞു കട്ട് കൂടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും നല്ല പോലെ ഇവിടെ റെഡിയായി. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഷോൾഡർ ഭാഗങ്ങൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിനുവേണ്ടി ആ ബാക്ക് പാർട്ടിൻ്റെ ഈ ഫേസിങ് ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഏരിയ നമുക്കിങ്ങനെ നിവർത്തി വെച്ച് ഈ ഫ്രണ്ട് പാർട്ട് അതിനകത്തോട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ബാക്കിലൊന്ന് നിവർത്തി വെച്ച പാർട്ട് ഒന്ന് ഇതിൻ്റെ പുറത്തുകൂടെ കമിഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വെച്ച ശേഷം ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് ഷോൾഡർ 1/2 ഇഞ്ചാണ് നമ്മളവിടെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 ഷോൾഡറും ഇതേ മെത്തേഡിന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ ഈ ആം ഹോൾ ഭാഗത്ത് ചെറിയ പീസ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അതിന് മുന്നേ നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ച്
ഒന്ന് അതും ഒരു നോച്ചിട്ട് കൊടുക്കണം. കാരണം അത് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. അതൊരു കട്ട് കൊടുത്ത ശേഷം ഈ വീതി കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ഈ കുഞ്ഞ് പീസ് വെച്ചൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. 2 സ്ലീവിൻ്റെയും ഈ എഡ്ജിലൂടെ നമുക്ക് ഈ കുഞ്ഞ് പീസ് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. 2 സ്ലീവിന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് കൂടുതൽ വേണ്ടത് ആ 1/2 ഇഞ്ച് കൂട്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ കണക്കിനൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ, നമുക്ക് സ്ലീവിനൊക്കെ ഇങ്ങനെ ക്ലോത്ത് കുറഞ്ഞു വരുമ്പോൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇനി ഈ സ്ലീവിന് ഷോൾഡറുമായിട്ടൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴിച്ചു കൊടുത്ത ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ട് പാർട്ടിൻ്റെ, അത് തന്നെയാണ് ഈ എഫ് എന്ന് മാർക്ക് ചെയ്ത സൈഡ് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ ഷോൾഡർ ഭാഗമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സെൻറ്റർ ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ സെൻറ്റർ ഭാഗത്തുനിന്ന് അടുത്ത സൈഡും ലെവൽ ചെയ്ത് പിടിച്ച് വെച്ച് 1/2 ഇഞ്ച് മാറ്റി, 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിന് വിട്ടിട്ടുള്ളത്, അതേ കണക്കിന് ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്തത് വെച്ചിട്ട് നമുക്കൊന്ന് ബോഡി അടിച്ചെടുക്കാനുണ്ട്. ഈ 1/2 ഇഞ്ച് ഡാർട്ട് കൊടുക്കാൻ വേണ്ടി 1/2 ഇഞ്ച് മാറ്റി നമ്മൾ ഈ സൈഡ് മാർക്ക് ചെയ്തില്ലല്ലോ, ആ 1/2 ഇഞ്ച് അതേ ലെവലിൽ തന്നെ ഇതുപോലെ ഒന്ന് ഹിപ്പിൻ്റെ വണ്ണം വരെ മാർക്ക് ചെയ്ത് അങ്ങനെ തന്നെയാണ് 2 സൈഡും നമുക്ക് അടിച്ചെടുക്കാനുള്ളത്. 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം സ്ലിറ്റ് കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് 1 ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുള്ളത്. 1/2 ഇഞ്ച് വെച്ചൊന്ന് ഈ എൻഡ് ഭാഗത്ത് നിന്ന് ലെങ്ത് ഭാഗത്ത് നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ലെങ്ത് ഭാഗം നമ്മൾ ലൈനിങ് ലെങ്ത് ഭാഗം മടക്കി അടിച്ചതുപോലെ തന്നെ ഈ ലെങ്ത് ഭാഗം ഒന്ന് മടക്കി അടിച്ച ശേഷം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി. ലൈനിങ് അടിച്ച പോലെ തന്നെ 1/2 ഇഞ്ച് വെച്ചാണ് ഞാനിപ്പോൾ ലെങ്ത് ഭാഗം അടിച്ചിട്ടുള്ളത്. ഈ 1/2 ഇഞ്ച് വെച്ച് നമ്മൾ ഈ സ്ലിറ്റ് ഭാഗം ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലെവൽ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ടോ, ഇതുപോലെ ഒന്ന് പിടിച്ച് സെൻറ്റർ ഭാഗത്തൊന്ന് പിൻ ചെയ്ത് ഈ ഹിപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഒരു പിന്നൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലെവൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണേ. ഇനി ലെങ്ത് ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇത് കണ്ടില്ലേ, ലെങ്ത് ഭാഗത്തും ഇങ്ങനെ പിടിച്ച് ഇവിടെ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പിന്നെ റിമൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഈ പോയിന്റ് സ്ലിറ്റ് പോയിന്റിൻ്റെ ഒരു 1/4 ഇഞ്ച് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ചെയ്ത് ഫുട്ടൊന്ന് ഉയർത്തി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ഇപ്പുറത്തെ സൈഡും അതേ കണക്കിന് ഈ 1/2 ഇഞ്ച് വെച്ചൊന്ന് മടക്കി താഴെ വരെ അതേ ലെവൽ പിടിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി ആദ്യമേ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ലെവൽ പിടിച്ച് സെൻറ്റർ ഭാഗത്തും ഇങ്ങനെ താഴോട്ട് ഒരു പിൻ ചെയ്ത് കൊടുത്താൽ മതി. പിൻ ചെയ്ത് വെച്ച് ഇങ്ങനെ തന്നെ ലെവൽ പിടിച്ച് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലെവലായിട്ട് ഇങ്ങനെ ആ മടക്ക് കിട്ടും. ഇനി കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. മേള് വരെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഫുട്ട് താഴ്ത്തി ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഇവിടെയും സ്റ്റോപ്പ് ചെയ്ത് ഫുട്ടൊന്ന് ഉയർത്തി നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കണക്കിന് തന്നെ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പിന്നെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കൊന്ന് എഡ്ജിലൂടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ സ്ലിറ്റിൻ്റെ കണ്ടില്ലേ, ഈ എഡ്ജിലൂടെ 2 സൈഡും അതുപോലെ ലെങ്ത് ഭാഗത്തും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ സ്ലിറ്റും കംപ്ലീറ്റ് ആയി. ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ലെങ്ത് ഭാഗത്തും കൂടെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ചുരിദാർ ഇതുപോലെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചുരിദാർ കിട്ടി. ഫ്രണ്ടും ബാക്കും ഡാർട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചുരിദാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.